നമസ്കാരം. ഒരു ദൃശ്യം കണ്ടിട്ട് കേരളത്തിലെ വിശ്വാസ അടിമകളോട് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. ആദ്യം ആ ദൃശ്യം ഒന്ന് കണ്ടുവരാം. ഫോട്ടോ എടുത്തെടുത്ത് ഒറ്റ പോസ്റ്റാവുന്നില്ല. ഒരു ബോധമില്ലേ അമ്മച്ചി നേരത്തെ കൊച്ചിനെ പിടിച്ചോട്ട് കിടന്നില്ലേ? കണ്ടല്ലോ, ഒരു പിതാവെന്നുള്ള നിലയ്ക്ക് എൻ്റെ ഹൃദയം നുറുങ്ങിപ്പോയി. എനിക്കും 2 കുട്ടികളുള്ളതാണ്. വിശ്വാസ അടിമകളായി മാറിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന ചിന്താശേഷി ഇല്ലായ്മ എന്താണെന്നാണ് ആ ദൃശ്യം തെളിയിച്ചു തരുന്നത്. കാര്യം ഒരു കൈക്കുഞ്ഞാണ്. ഈ കൈക്കുഞ്ഞിനെ കൊണ്ടുവന്ന് ആനയുടെ അടുത്ത് ഈ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആ കുഞ്ഞിന് വേണ്ടിയാണോ? ആ കുഞ്ഞ് ആഗ്രഹിച്ചിട്ടാണോ? ആ കുഞ്ഞ് ഇഷ്ടപ്പെട്ടിട്ടാണോ? അല്ല, അത് ജനിച്ചു പോയ ഒരു തന്തേനും തള്ളേനും ഉണ്ട്. അതായത് ആ വിവരക്കേടുകളുടെ സംതൃപ്തിക്ക് വേണ്ടി ആണോ അല്ലയോ? സാധാരണഗതിയിൽ എന്തെങ്കിലും നമ്മൾ ഒരു കുഞ്ഞ്, ആ കുഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു ഗർഭപാത്രത്തിൽ നിന്ന് കണ്ടല്ലോ എത്ര ഉണ്ട്, ഇല്ലോളം ഉള്ള ഒരു കുഞ്ഞ് കാണുമ്പോൾ അങ്ങ് സങ്കടം വരികയാണ്. അതായത് തന്തേനും തള്ളയ്ക്കും സംതൃപ്തി കിട്ടാൻ വേണ്ടി സ്വന്തം മക്കളെ വിശ്വാസത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ആ കണ്ടത്. തറയെ വീഴുന്ന ആ കാഴ്ച ഉണ്ടല്ലോ, മനുഷ്യരാണെങ്കിൽ സഹിക്കാൻ പറ്റില്ല. ഇവർ ഇതുകൊണ്ട് ചെയ്തുകൊണ്ട് ഇന്ന് ആ താഴെ വീണ കൊച്ചിനുണ്ടായ പരിക്കിന് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവും? ഒരിക്കലും ഉണ്ടാകത്തില്ല. അതൊന്നും പറഞ്ഞാലും മനസ്സിലാകത്തില്ല. ഇങ്ങനെ വിശ്വാസ അടിമകളായാൽ മാത്രമേ എൻ്റെ കൊച്ചിന് അനുഗ്രഹം കിട്ടൂ എന്ന് കരുതിക്കൊണ്ട് ഞാൻ എന്തോ വലിയ ഒരു നേട്ടം കൈവരിച്ചത് പോലെയാണ്. എടോ, ഒരു തലയ്ക്കകത്ത് ആള് താമസമുള്ള മരക്കഴുതകളല്ലാത്ത മനുഷ്യരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. കാട്ടിൽ കിടക്കുന്ന ഒരു ജന്തുവാണ് ആന. അതിന് പ്രത്യേക സവിശേഷതയൊന്നുമില്ല. നിങ്ങളെ കുറെ കഥകൾ പറഞ്ഞിങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇതിനെന്തൊക്കെയോ സവിശേഷതകളുണ്ടെന്ന്. അതൊരു മിണ്ടാപ്രാണിയാണ്. അത് ആഗ്രഹിച്ചിട്ടല്ല ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ ആഗ്രഹിച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനെ ചങ്ങലക്കിട്ട് നിർത്തേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അതിനെ എന്ത് ചെയ്തിരിക്കുകയാണ്? ബന്ധനസ്ഥരാക്കിയിരിക്കുകയാണ്. ചിലരുടെ വരുമാനത്തിന് വേണ്ടി മിണ്ടാപ്രാണിയായിട്ടുള്ള, എന്നാൽ ചില സന്ദർഭങ്ങളിൽ മാത്രം നിവർത്തികേട് കൊണ്ട് തിരിച്ചക്രമിക്കുന്ന, ആ സമയത്ത് മതപ്പാടെന്നൊരു പേര് കൊടുത്ത് അതിനെ ലഘൂകരിക്കും. നിങ്ങൾ നമ്മുടെ നാട്ടിൽ വനത്തിൽ നിന്ന് ആനകൾ ഇറങ്ങി മനുഷ്യരെ കുത്തിക്കൊല്ലുമ്പോൾ വല്ലാതെ വ്രണപ്പെടാറുണ്ടല്ലോ, വികാരം പൊട്ടിയൊലിക്കാറുണ്ടല്ലോ. ഈ കാഴ്ച കണ്ടില്ലേ? ആ ആനയുടെ കാലൊന്ന് മാറിയിരുന്നെങ്കിൽ ആ കുഞ്ഞിന്ന് ഉണ്ടാകത്തില്ലായിരുന്നു. ആരോട് പറയാൻ? ഈ മനുഷ്യരെ കോലം കെട്ടി നടക്കുന്ന, സ്വന്തം അനുഗ്രഹങ്ങൾക്കും സ്വർഗത്തിലും പോകാൻ വേണ്ടി കാണിക്കുന്ന ഈ തെമ്മാടിത്തം ഉണ്ടല്ലോ, ഇതൊക്കെ നിങ്ങൾ വളർന്നു വരുന്നൊരു കൊച്ചിനുണ്ടാക്കുന്ന മാനസിക ആഘാതത്തെക്കുറിച്ച് ചിന്തിക്കാൻ ശേഷിയില്ലാത്ത അവസ്ഥയാണ്. വിദ്യാഭ്യാസം കൊണ്ട് വിവരമോ ചിന്താശേഷിയോ വരില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങളോട് പറയാം, ഒരു കുഞ്ഞിന് ഇത് വേണമെന്നെങ്കിൽ നിങ്ങളോട് പറയുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ചെയ്തു കൊടുത്താൽ അതിലൊരു അന്തസ്സുണ്ട്. പക്ഷെ ജനിച്ച ഈ കുഞ്ഞിന് എന്തോ അനുഗ്രഹം ഇങ്ങനെ ആനയുടെ ചുറ്റി എടുത്തു കഴിഞ്ഞാൽ കിട്ടുമെന്ന് കരുതുന്ന നിങ്ങൾ, ആ കുഞ്ഞ് തറയിൽ വന്ന് വീഴുമ്പോൾ എന്ത് അനുഗ്രഹമാണ് അതിന് കിട്ടിയത്? ചിലരുടേത് ഇതുവരെ വീണിട്ടില്ലായിരിക്കാം. അത് ആ കുഞ്ഞിൻ്റെ ഭാഗ്യം, അല്ലാതെ നിങ്ങളുടെ ഭാഗ്യമല്ല. പക്ഷെ ആ കുഞ്ഞിൽ നിന്ന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ, നമ്മുടെ നാട്ടിൽ എത്രയെത്ര സംഭവങ്ങൾ, പിഞ്ചു കുഞ്ഞുങ്ങളാണ്, അവർക്കെല്ലാം ഭയപ്പാടാണ്. ആ കരച്ചിലൊക്കെ സംഭവിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ മനസ്സ് നോവുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നല്ലൊരു രക്ഷിതാവില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കാര്യം ഇങ്ങനെയുള്ള കോപ്രായങ്ങളും അല്ലെങ്കിൽ വിവരക്കേടുകളും കാണിച്ചുകൊണ്ട് നിങ്ങൾ എന്താണ് നേടിക്കൊടുക്കുന്നത്? ആ കുഞ്ഞിന് അതുകൊണ്ടുണ്ടാകുന്ന പ്രതിഫലം എന്താണ്? ഇന്നിപ്പോൾ അത് തറയെ വീണു, തലക്കേറ്റ ഇഞ്ചുറി, ആകെ അത് അറിയാലോ, ഉറയ്ക്കാത്ത തലയാണ്. ശരീരത്തിൽ ആകമാനം എല്ലുകൾ പോലും ഉറച്ചിട്ടില്ല. എന്തെങ്കിലുമൊക്കെ പരിക്കുകൾ ഉണ്ടാകുകയാണെങ്കിൽ, ഡിസബിലിറ്റി ഉണ്ടാകണമെങ്കിൽ ഒരു ദൈവവും രക്ഷിക്കാൻ വരില്ല. ആ താഴെ ഇട്ടവന് ഈ ആനയും ഉണ്ടാകത്തില്ല. ആ യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കിയാൽ കുറച്ചെങ്കിലും വിവരം ഉണ്ടാകും. ആദ്യം വേണ്ടത് ചിന്താശേഷിയാണ്. വിശ്വാസം എന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്കൊരു അമ്പലത്തിൽ പോയി തൊഴാം, അതിനപ്പുറത്തേക്ക് ഒരു ചുക്കുമില്ലെന്ന് മനസ്സിലാക്കാനുള്ള ശേഷിയാണ് ഒരു മനുഷ്യനുണ്ടാകേണ്ടത്. ഇതുപോലത്തെ എത്ര കോപ്രായങ്ങൾ പലയിടത്തും കാണാറുണ്ട്. അത് കാവടിയുടെ രൂപത്തിൽ കാണാറുണ്ട്. അല്ലെങ്കിൽ തൂക്കം എന്ന പേരിലൊക്കെ പൊടിക്കുകളെ ഇങ്ങനെ കയ്യിൽ കൊടുക്കുന്നത്. മുതുക്കന്മാരായിട്ടുള്ളവന്മാർ പോയി വിവരമില്ല, നിങ്ങളൊക്കെ തൂങ്ങും, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഈ കൈക്കുഞ്ഞുങ്ങൾ,
അവർ ഇത് ആഗ്രഹിക്കുന്നു എന്ന രീതിയിൽ അവരെ കൊണ്ടുവന്ന് എന്തൊക്കെയോ പ്രത്യേക അനുഗ്രഹം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഈ വിവരക്കേടുകൾ, അത് ഭയന്ന് വിളിക്കുന്ന ആ നിലവിളിയിലൂടെ അതിനുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളെക്കുറിച്ച് ചിന്തിക്കാനൊക്കെ ആദ്യം ഒന്ന് മനുഷ്യനാകണം, കാഴ്ചപ്പാടുകൾ വേണം. ഇതെല്ലാം വിശ്വാസമാണ്, ഇത് ചെയ്താൽ മാത്രമേ ഇവൻ എന്തോ അനുഗ്രഹമുള്ള പയ്യനായിട്ട് വളരൂ എന്നൊക്കെ പറഞ്ഞാൽ അത് നിങ്ങൾ വളർത്തുന്നത് പോലെ ഇരിക്കും. നിങ്ങൾ എങ്ങനെയാണോ അത് വളർന്നു വരുന്നത്, ഈ അനുഗ്രഹം ഇല്ലെങ്കിലും ഇവിടെ എങ്ങും കൊണ്ടുപോയില്ലെങ്കിൽ അവനെ എങ്ങനെയാണ് മറ്റുള്ളവരോട് മര്യാദയ്ക്ക് പെരുമാറേണ്ടത്, അവനവൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടത്, സ്വന്തം നിലയിൽ ഒരു കാഴ്ചപ്പാടുണ്ടാക്കി കൊടുക്കേണ്ടത്, ഇതിനെല്ലാത്തിനും നിങ്ങൾക്ക് ഒരു വഴികാട്ടിയാകാൻ കഴിയുമെങ്കിൽ ഒരു സംശയവും വേണ്ട, നല്ല രീതിയിൽ വളർന്നു വരും. അതിനപ്പുറത്തേക്ക് ഈ കോപ്രായങ്ങൾ കാട്ടിയെന്ന് കരുതിക്കൊണ്ട് ലോകത്ത് ഒരു മനുഷ്യനും ഒരു നല്ല മനുഷ്യരായി വളർന്നിട്ടില്ല എന്നുള്ള സാമാന്യ ബോധമെങ്കിലും ഈ ദൃശ്യം കാണുമ്പോൾ, ആ കുഞ്ഞ് താഴെ വന്ന് വീഴുന്ന കാഴ്ച കാണുമ്പോൾ, ഒരു രക്ഷിതാവാണ് അല്ലെങ്കിൽ ആ കാത്തിരുന്ന് കിട്ടിയ ഒരു കൈക്കുഞ്ഞിനെ ഇത്ര നിർദ്ദയം നിങ്ങൾ കൊണ്ടുവന്ന് താഴെ ഇടുമ്പോൾ പോലും അത് അനുഗ്രഹമാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ലോക വിവരക്കേടെന്നും ഒരുപക്ഷെ ആ കുഞ്ഞിന് സംസാരിക്കാൻ ശേഷിയുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ മുഖത്ത് നോക്കി തെറി വിളിക്കുന്ന സാഹചര്യം പോലും ഉണ്ടാകുമെന്ന് പറയേണ്ടി വരികയാണ്.